പ്രവാസി ഇല്ലെങ്കിൽ കേരളമില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ഇന്ത്യ കാണാൻ വന്ന വിദേശികൾ കേരളത്തിലെത്തിയിട്ട് കേരളത്തിലെ വലിയ വലിയ വീടുകൾ, നിരന്തരമായി നിൽക്കുന്ന വലിയ വലിയ വീടുകൾ കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നത്. ഇവരെല്ലാവരും നല്ല പണക്കാരാണല്ലോ, കേരള ഈസ് സോ റിച്ച് എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതിൽ പകുതിയോളം മിഡിൽ ക്ലാസ് ആളുകളുടെ വീടുകളും വീട്ടിൽ ഒരാളുടെ ആയുസിന്റെ ഒരു നല്ല ഭാഗം വിദേശത്ത് പണിയെടുത്ത് ലോൺ അടച്ചു വിട്ടുന്നതാണ്. വീട് എന്നത് ഒരു വികാരമായിട്ട് നിൽക്കുന്നിടത്തോളം ഇതൊരു ചർച്ചയ്ക്ക് വെച്ചാൽ പലർക്കും വിഷമാവും. പക്ഷെ അറിഞ്ഞോളൂ, കേരള മൈഗ്രേഷൻ സർവേ പറയുന്നത് കേരളത്തിലെ 4,20,000-ഓളം കുടുംബങ്ങൾ കേരളം വിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നു. മറ്റൊരു കാര്യം, കഴിഞ്ഞ സർവേയുടെ കണക്കുകൾ അനുസരിച്ച് 2,16,893 കോടി രൂപയാണ് കേരളത്തിലേക്ക് പ്രവാസികൾ വഴി എത്തിയത്. കഴിഞ്ഞ തവണ മലപ്പുറത്തിനെയൊക്കെ കടത്തിവെട്ടി കൊല്ലം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രവാസികൾ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മുടെ കുടുംബം മുഴുവൻ നമ്മൾ ഒരാളുടെ വരുമാനത്തിൽ ഡിപ്പെൻഡ് ആയിരിക്കുമ്പോൾ ആ വരുമാനം പെട്ടെന്ന് ഇല്ലാതായാൽ അവർ പെട്ടെന്ന് വളരെയധികം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഇതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസ് ഒക്കെ പരിഗണിക്കാവുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ മാത്രം കുടുംബത്തിന് കോടികൾ കവറേജ് കിട്ടുക എന്നത് മാത്രമല്ല, ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ, ആക്സിഡന്റ് മൂലമുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി വന്നാലോ, അതായത് അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലോ നമുക്ക് കവറേജ് കിട്ടും. അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാം. ഇതിന് സഹായിക്കുന്ന ലിങ്കാണ് എൻ്റെ ബയോയിലുള്ളത്. ഇതുവഴി ചെക്ക് ചെയ്താൽ മാസം 679 രൂപ മുതലുള്ള അടവിൽ 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ മുതൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ ടാക്സും വേണ്ട, കൂടെ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മലയാളത്തിൽ കസ്റ്റമർ കെയർ സപ്പോർട്ടും കിട്ടും. പിന്നെ വാർഷിക പ്രീമിയം ഒന്നിച്ചടച്ചാൽ 5% വരെയും ഡിസ്കൗണ്ട് കിട്ടും. ക്ലെയിം സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും. ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. നാട്ടിൽ നിന്ന് പ്രവാസികൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന പൈസയും ചെറുതല്ല. കാരണം ജോലിക്ക് വേണ്ടി പോകുന്ന പ്രവാസികൾ മാത്രമല്ല, പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ കാര്യം കൂടി നോക്കുമ്പോൾ 43,378 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് വിദേശത്തിലേക്ക് പോയിട്ടുള്ളത്. കൂടുതലും സ്റ്റുഡൻസിന്റെ ട്യൂഷൻ ഫീസും പിന്നെ അവർക്ക് അവിടെ ജീവിച്ചു തുടങ്ങാനുള്ള പൈസയൊക്കെയാണ്. എങ്ങനെയായാലും നാട്ടിലെ കുടുംബം നമ്മളെ ആശ്രയിച്ചാണ് കഴിയുന്നതെങ്കിൽ, കഴിവതും പറ്റുമെങ്കിൽ ടേം ഇൻഷുറൻസ് പോലുള്ള മുൻകരുതലുകൾ നമുക്ക് കിട്ടുമെങ്കിൽ എന്തായാലും എടുത്തു വയ്ക്കുക. എല്ലാവർക്കും ഇത് കിട്ടാൻ എളുപ്പമല്ല, എങ്കിലും ലഭിക്കുമോ എന്നറിയാനായിട്ട് എൻ്റെ ബയോയിലുള്ള ലിങ്ക് ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.